ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൺ. ഇന്ന് നമുക്കൊരു അടിപൊളി ടീ കേക്ക് റെഡിയാക്കി എടുത്താലോ. നമ്മൾ ഈ ഒരു കേക്കിലേക്ക് സ്പെഷ്യലായിട്ട് ഒരു ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുന്നില്ല. എങ്കിലും ഈ ഒരു രീതിയിൽ ടീ കേക്ക് ഉണ്ടാക്കി നോക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളൊരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അതിനായിട്ട് അരപ്പയിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ വാനില എസൻസ് അല്ല, വാനില പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ വാനില പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് അരിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നിങ്ങളുടെ കയ്യിൽ വാനില പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതിയാവും. വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റിയാണ് ഈ ഒരു വാനില പൗഡർ ചേർത്ത് കൊടുത്താൽ. അടുത്തതായിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ടയുടെ വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ യോക്ക് നമുക്കൊരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ വാനില പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. നമ്മൾ മുട്ട ഒന്നിച്ച് ബീറ്റ് ചെയ്തെടുക്കുന്നതിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റിയാണ് മുട്ടയുടെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന കേക്കുകൾ. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഓയിൽ മിക്സായി കഴിഞ്ഞാൽ അടുത്തതായിട്ട് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. കട്ടയൊന്നുമില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു മുട്ട വെള്ളയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുകയാണ്. വിനീഗറിന് പകരം 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിവിടെ ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ ഇല്ലാതെ മുട്ടവെള്ളം എങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവർ അതൊന്ന് പോയിട്ട് കാണുക. അങ്ങനെ മുട്ടയൊന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ പൊടിച്ചിട്ടുള്ള 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുവാണ്. അത് 2-3 തവണയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മുട്ടവെള്ളം നല്ല സ്റ്റിഫ് മിക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ടവെള്ളം ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പാത്രം കമിഴ്ത്തി നോക്കിയാൽ പോലും താഴോട്ട് പോകാത്ത രീതിയിലാണ് നമ്മളിവിടെ ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ മുട്ടവെള്ളം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് നമുക്ക് കുറച്ചായിട്ട് ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ഫോൾഡ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഹാർഡായി പോകും. ഇതുപോലെ നമുക്ക് മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ബാറ്റർ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഫുഡ് കളറും കൂടി ചേർത്തിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അങ്ങനെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 40 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളെടുക്കുന്ന പാത്രം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 50 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇനി എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ടിന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കണം. അങ്ങനെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് തണുത്ത് വന്നതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ, നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. അതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കും കൂടിയാണിത്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് 100% ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ടീ കേക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാനായിട്ടും പറ്റും. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. പിന്നെ നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, മന്ന കിച്ചൺ എന്നാണ് അതിൻ്റെ പേര്. അതിലെല്ലാവരും ജോയിൻ ചെയ്തിട്ട് അതിലേക്ക് നിങ്ങളുണ്ടാക്കിയ ഡിഷിൻ്റെയൊക്കെ ഫോട്ടോസ് അയക്കാനും കൂടി മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.